എനിക്കറിയില്ല എങ്ങോട്ടാ പോവാ. മെഗാ മാർട്ടിൽ പോയാലോ? ഞാൻ എൻ്റെ കുഞ്ഞാമിട്ട വണ്ടി ആടുന്ന് വരുന്ന നിങ്ങൾ എവിടെ ബ്രേക്ക് ഞാൻ വിളിച്ചു ബന്ധാനെയാണ്. മെഗാ പാർട്ടിൽ പോയിട്ട് എല്ലാം കണ്ടിട്ട് തിരിച്ചു കയറണം. എന്നാ വേറെ എങ്ങോട്ടാ പോണ്ടേ? എന്റെ കുഞ്ഞാമിത്തയാണ് കുഞ്ഞാമിത്ത. പോയാലോ? ഫുഡ് വേൾഡിൽ ഇപ്പൊ എന്ത് കാണാനാ? ചിക്കൻ ടിക്ക കഴിച്ചാലോ? ഉണ്ണിയേട്ടനോട് പൈസയൊക്കെ ഗൈസ്. അങ്ങനെ ഞങ്ങൾ നടക്കുകയാണ്. ഞങ്ങളുടെ ഫ്ലാറ്റാണ് അവിടെ. നടന്ന് പോവുകയാണ്. കുഞ്ഞാമിത്ത കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോവാണ്. റോഡാണ് നോക്കുന്നത്. ഉറങ്ങിക്കില്ല, ഓന് ഉറങ്ങിക്കൊന്നുമില്ല. ഓന് പുറത്തൊക്കെ കാണാം. ഇപ്പൊ ഞാളിപ്പോ 2-3 ദിവസമായി അവനെ പുറത്ത് കൊണ്ടുപോയിട്ട്. അമ്മ ചിരിക്കല്ലേ, ഒന്ന് ചിരിച്ചു കൊടുക്ക്, ഒന്ന് ചിരിക്ക്. 2-3 ദിവസമായി അവന് പുറത്ത് കൊണ്ടുപോയിട്ട്. ഇന്ന് ഭയങ്കര ഹാപ്പിയാണ് ആള് പുറത്ത് വന്നിട്ട്. അമ്മക്ക് ജോലി കിട്ടി. അമ്മക്ക് 8 പീസസ് ചിക്കൻ. ഇതില് 1.4 ഇത് കിടന്നിട്ട് ഇതെടിയാ സംഭവം. പോയി കഴിച്ചാലോ? ഇത് മറ്റേ ചെറിയ പീസാണ് ചിക്കൻ ചക്സ്. കണ്ടോ, ചെറിയ നമ്മള് പൊരിക്കുന്നത്. സ്പെഷ്യൽ ഓഫർ 500 പീസ്. എനിക്കറിയില്ല ഐഡിയ. ഇനി എന്ത് വാങ്ങിത്തന്നാലും വേണ്ടിയില്ല. എന്ത് വാങ്ങി? അമ്മ, നിങ്ങൾക്ക് ജോലി കിട്ടിയിട്ട് വേണോ നിങ്ങളെ കൊണ്ട് ചിലവഴിപ്പിക്കുക അല്ലേ? ഫസ്റ്റത്തെ ശമ്പളം നിങ്ങൾ എന്തായാലും ഒരു 10 ദിനാർ എടുത്ത് ട്രീറ്റ് തരൂലേ എല്ലാവർക്കും? ഹലോ മിസ്റ്റർ കുഞ്ഞാഞ്ഞു. എൻ്റെ കുഞ്ഞാമത്തേക്ക് ഇപ്പോൾ 3.5 മാസമായി. പക്ഷേ അതിൻ്റെ അഹങ്കാരമുണ്ട് കേട്ടോ. ഇവിടെയുള്ള വീടുകളാണിത്. ഞങ്ങൾ അങ്ങനെ പിന്നെ ടൗണിൽ ഏരിയയിലൊന്നല്ല താമസിക്കുന്നത്. മറ്റൊരു അങ്ങനെ കുറേ ഹൗസിംഗ് ആയിട്ടുള്ള കുറേ അങ്ങനെയുള്ള സ്ഥലത്താണ് താമസിക്കുന്നത്. കുറേ മലയാളത്തിൽ പറയാം, കുറേ വീടുകളൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് വീടുകൾ മാത്രം. അങ്ങനെ ഷോപ്പൊന്നുമില്ല, അടുത്തടുത്ത് ഷോപ്പൊന്നുമില്ല. കുറച്ച് ദൂരം നടന്നാൽ മാത്രമേ നമുക്ക് ഷോപ്പുകളൊക്കെ ഉള്ളൂ. പിന്നെ ഇവിടെ ചെറിയ മറ്റ് കോൾഡ് സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫുഡ് ഐറ്റംസൊക്കെ വാങ്ങാൻ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. കുഞ്ഞാമിത്ത ഉറങ്ങിപ്പോവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ എല്ലാ ആൾ കണ്ണും തുറന്നെല്ലാം നോക്കുന്നുണ്ട്. കുഞ്ഞാമിത്തയ്ക്ക് വണ്ടികൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഫ്ലാറ്റിൻ്റെ വിലയിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കും. ഇതിപ്പോൾ ഒരു മസ്ജിദ് ഉണ്ട് ഇവിടെ തൊട്ടടുത്ത്. നിങ്ങൾ കേട്ടോ ഒരു ഫ്ലൈറ്റ് പോകുന്ന സൗണ്ട്? വിമാനം. അത് നമ്മളെ വ്ളോഗ് ഒന്ന് വിജയിക്കട്ടെ. എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു 10 ആൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം എനിക്കൊരു സെൽഫി സ്റ്റിക്ക് വാങ്ങാൻ. 10 ആളല്ല, 100 ആൾ കേട്ടോ.
അയ്യോ അതിന് അത് ബെൽറ്റ് മേലേക്ക് ആക്കായിട്ട് ഓൻ്റെ ഇതുപോലെ ഇരുന്നോട്ടെ. മോനെ കാലൊക്കെ ഒന്ന് ഇപ്പുറത്തേക്ക് എടുത്ത് വെക്കുവോ? ഇതൊന്നും അയ്യൂല എനിക്ക്. ഓനെൻ്റെ സൈഡിലേക്ക് കിടക്കാനാണ് ഇഷ്ടം, അതുകൊണ്ട് അങ്ങനെ കിടന്നോട്ടെ. ആ ഞാൻ നിങ്ങൾക്ക് ഈത്തപ്പഴം കാണിച്ചുതരാം. ഈത്തപ്പഴം എന്നാലൊരു മഞ്ഞ എൻ്റെ ഫോണിൽ ക്ലിയർ ആണെന്ന് തുടച്ച് വൃത്തിയാക്കട്ടെ. ഈത്തപ്പഴം നല്ലോണം പിന്നെന്താ പറയുക, നല്ല മധുരം വെക്കുന്ന ടൈമാണിത്. എപ്പോൾ നല്ല ചൂടുള്ള സമയത്താണ് ഇത് നല്ലോണം പഴുത്ത് മധുരം വെക്കുക. ഇതൊക്കെ കുറച്ച് വലിപ്പമുള്ള കുറച്ച് അങ്ങോട്ടെത്തിയ ചെറിയ ചെറിയ മരമുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ നടക്കാൻ പോകുന്ന സമയത്തൊക്കെ പറിച്ചു തന്നു. ഐഡിയ പറയട്ടെ? ആ പറയൂ. ഇവിടെ പോയിട്ട് നമ്മൾ കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ മേടിക്കണോ അല്ലെങ്കിൽ ടിക്ക് തിന്നണോ? എന്താ എൻ്റെ ഇത് സ്നാക്സും കാര്യങ്ങളും മേടിക്കണം. 3 തിന്നാറുണ്ട്. ടിക്ക് തിന്നാൻ എന്നെ തിന്നാൻ പറ്റൂ കേട്ടോ. ബാക്കി സാലറി കിട്ടിയിട്ട് നമുക്ക് മറ്റേ ചോക്ലേറ്റ് വാങ്ങിക്കൊണ്ടേക്കാം. കുഞ്ഞാപ്പറ്റി ഉറങ്ങിയോ? കുഞ്ഞാപ്പറ്റി ഉറങ്ങിയിട്ടില്ല. ഞങ്ങളിവനെ കുഞ്ഞാമിത്ത എന്ന് വിളിക്കുന്നത്. ഞങ്ങൾക്ക് വേറൊരു കുട്ടി കൂടെ ഉണ്ട് ഞങ്ങളുടെ വീട്ടിൽ. ആ കുട്ടി എൻ്റെ എൻ്റെ സിസ്റ്ററുടെ കുട്ടി. അപ്പോൾ അവളുടെ കാർട്ടൂണിലുള്ളതാണ് കുഞ്ഞാമിത്ത. അപ്പോൾ ഇവൻ എന്ത് പേരിടുന്ന വിളിക്കുന്നതിനാണ് ഇവളീ കുഞ്ഞാമിത്ത കാർട്ടൂൺ കാണുമ്പോൾ എപ്പോഴും ഫോണിൽ പോയിട്ട് മറ്റേ വോയിസ് പറയില്ലേ, കുഞ്ഞാമിത്ത എന്ന് പറയും. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളിവനെ കുഞ്ഞാമിത്ത എന്ന് വിളിച്ചു തുടങ്ങി. ാണ് എൻ്റെ അമ്മ ഇവിടെ വന്നിട്ട്, ഞങ്ങളിപ്പോൾ ബഹറിലാണ്. അമ്മ ഇവിടെ വന്നിട്ട് ഇപ്പം 6 മാസമാവാനായി. എൻ്റെ സിസ്റ്റർ ഇപ്പോൾ ഇവിടെ 2 കൊല്ലാവാനായി. ഞാനിപ്പോൾ ഇവിടെ 7 കൊല്ലാവാനായി. ഞാൻ എൻ്റെ സിസ്റ്ററും വർക്ക് ചെയ്യുന്നത് ഒരു സലൂണിലാണ്. ഇപ്പം കുറച്ച് അതൊന്ന് പിടിച്ചു. ഇത് ഇങ്ങോട്ടാക്കാനുള്ള ആരോഗ്യം നിങ്ങൾക്കില്ല. എന്നിട്ട് ഞങ്ങൾ ഇയാളോട് പണിയെടുക്കാൻ വരുന്നേ. അമ്മയ്ക്ക് ഞങ്ങളെ സലൂണിൽ തന്നെ ജോലി കിട്ടിയിട്ടുണ്ട്. കാരണം അമ്മ ഇവിടെ 6 മാസം വെറുതെ ഇരുന്ന് ബോറടിക്കായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു അമ്മേനെ കൂടെ ഞങ്ങളെ കൂട്ടത്തിൽ കൂട്ടാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിചാരിക്കും കുഞ്ഞാമിത്ത ഉറങ്ങിയത്, പക്ഷെ കുഞ്ഞാമിത്ത ഉറങ്ങിയിട്ടില്ല. ഇതിപ്പോൾ റോഡ് കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ എന്തെങ്കിലും പണി നടക്കുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ബ്ലോക്ക് ആകുന്നതിനാണ് ഇവിടെ വേറൊരു റോഡ് കൊടുത്തത്. ഉണ്ടോ? ഇവിടം വരെ മാത്രമേ ഉള്ളൂ, അങ്ങോട്ടില്ല. ഞാൻ എപ്പോഴും വിചാരിക്കും നാട്ടിൽ ഇതുപോലത്തെ ഒരു വീടെടുക്കണമെന്ന്. ഇങ്ങനെ താഴെ ഗ്ലാസ് ആയിട്ട് കണ്ടിക്കോ, നമ്മൾ വിൻഡോ തുറന്നാൽ തന്നെ പുറത്തേക്ക് ഇങ്ങനെ ഗ്ലാസ് പോലെ കാണണം. പക്ഷെ ഇതെന്താ നമ്മുടെ നാട്ടിൽ കള്ളന്മാരുള്ളതിനെ കൊണ്ടൊന്നും നടക്കൂല. ഇതിൽ ഞാൻ എൻ്റെ ഗൈസ് ഫ്രണ്ട്സ്, എൻ്റെ ചാനലിൽ ഞാൻ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് അതിനൊന്നും സമയമില്ല. എനിക്ക് ജോലിക്ക് പോകണം, എൻ്റെ കുട്ടീനെ നോക്കണം, പിന്നെ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിനൊന്നും എനിക്ക് സമയമില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് എടുക്കുന്നത്, അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യും. അതുകൊണ്ട് എല്ലാവരും സഹകരിച്ച് എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് വിജയകരമാക്കി തരാം. വെറുതെ ഇങ്ങനെ റോഡ് കാണിച്ചാൽ എങ്ങനെ വിജയിക്കാറിയാലേ. അതുകൊണ്ട് കുറച്ച് ആൾക്കാരെ കണ്ടോ.
ഞങ്ങൾക്കൊക്കെ ഒരു സാധനം കാണിച്ചുതരാം. ഇവിടെ ഒരു ഫ്രിഡ്ജ് ഉണ്ട് കേട്ടോ, ബഗ്ഗസിനെ പോകുന്ന കണ്ടോ. അവിടെ എല്ലാവരും എന്ന് വെച്ചാൽ പിന്നെ ഇവിടെയുള്ള അറബികളൊക്കെ അതിൻ്റെ അകത്ത് വെള്ളം, ഫുഡ്, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കൊണ്ടുവെക്കും. എക്സ്ട്രാ ഉള്ള ഫുഡൊക്കെ അതിൻ്റെ അകത്ത് കൊണ്ടുവെക്കും. അപ്പോൾ ഇതിലെ കൂടെ പോകുന്ന ആർക്ക് വേണമെങ്കിലും ഫുഡ് ആവശ്യമുള്ള ആർക്ക് വേണമെങ്കിലും നമുക്ക് അതിൻ്റെ അകത്ത് പോയിട്ട് ഭക്ഷണം എടുത്ത് കഴിക്കാം. ഞങ്ങളിടയ്ക്ക് ചെന്ന് നോക്കാറുണ്ട്. ഇടയ്ക്ക് സമയത്ത് ഇവർ ചോക്ലേറ്റ് കേക്ക് വെക്കും. പക്ഷെ ഇതുവരെ അങ്ങനെ ഞങ്ങൾ എടുത്തിട്ടില്ല. വെള്ളമൊക്കെ വെക്കുന്ന സമയത്ത് എടുത്തിട്ടുണ്ട്. ഇവിടെ ഞങ്ങളെന്ന് വെച്ചാൽ നാട്ടിലുള്ള പോലെ നമ്മൾ അയൽവാസികളുടെ വീട്ടിൽ പോയിട്ട് മാങ്ങ പറിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടിയൊക്കെ ഇല്ലേ, അതേ പരിപാടി ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട്. എനിക്കും എൻ്റെ സിസ്റ്റർക്ക് ഇവിടെ ഒരു മുരിങ്ങാക്കായുള്ള വീടുണ്ട്. മുരിങ്ങാക്കായ എനിക്കറിയില്ല ബാക്കിയുള്ളവർക്ക് എന്താ പറയാതെ. അവിടെ പോയിട്ട് ഞങ്ങൾ മുരിങ്ങാക്കായ എപ്പോഴും പറിക്കുക. കാണിച്ചാൽ മുരിങ്ങാക്കായ പോയി ഇതാണ് മുരിങ്ങാക്കായ. ഇപ്പോൾ ഒരു വെട്ടിക്കളഞ്ഞ് അതിൻ്റെ സീസൺ കഴിഞ്ഞതാണ് തോന്നുന്നത്. കണ്ടോ എത്ര ഡേറ്റ്സ് ആണ്. ഈത്തപ്പായ അങ്ങനെ പഴുത്ത് നിൽക്കുക. കുറച്ച് തായായിരുന്നു എടുത്ത് പറിക്കായിരുന്നു. ഞങ്ങൾ ലൊക്കേഷനിൽ ഞങ്ങൾ ഇവിടെ അവിടെയാണ് ഞങ്ങൾ വരാൻ നിൽക്കുന്നത്. നമ്മൾ ഫോൺ വിളിച്ച് റോങ് സൈഡില്ല, സൈഡിലേക്ക് നിൽക്ക്, വണ്ടിക്ക് പോണോ. നമ്മളെ കസ്റ്റമറാ നോക്കിയേ. കസ്റ്റമറ വരും മോളെ, വന്നിട്ട് എന്ത് പറയുന്നറിയോ, ഒന്നേ പാട് പറയതാ നല്ല വിറ്റുള്ള കസ്റ്റമറാ. പെണ്ണുങ്ങളെയും ഉണ്ട്, 5-6 മക്കളും ഉണ്ട്. ഈ 2 മക്കളാണുള്ളത്. മോളൊന്നും പറയില്ല, എന്ത് ചെയ്ത് കൊടുത്താലും എന്ത് ഹെയർ സ്റ്റൈൽ ചെയ്ത് കൊടുത്താലും ഒരു പ്രശ്നമില്ല. പക്ഷെ ഞാൻ അപ്പടി പൊട്ടിച്ചു കൊടുത്തോടെ എന്നിട്ട് പ്രശ്നമില്ല. പിറ്റേന്ന് വന്നിട്ട് എന്നോട് അറിയാമേ അതിന്റെ അടുത്ത ഈദിന് എല്ലാ ഈദിനാ വരിക. പിന്നെയും ചെയ്തു തരാന്ന്. ഓടിക്കോ ഐശു നീ പറ കേട്ടോ, ഇവർക്ക് ജാട കൂടി ഫുഡ് കഴിക്കാനെത്തി. അങ്ങനെ ഞങ്ങളെ ലൊക്കേഷനിലെത്തി കുഞ്ഞാമിത്തേനെയും കൊണ്ട്. കുഞ്ഞാമിത്തെ ഇവിടെ കിടന്ന് കാറുമെന്ന് അറിയില്ല. ചിലപ്പോൾ അവിടെ കരഞ്ഞ് ബാക്കിയുള്ളവരും ഇവിടുന്ന് പുറത്താക്കേണ്ടി വരും. ഇതേപോലെ ഇരിക്കുമെന്ന് അറിയില്ല. കാരണം ഇവന്റെ സ്വഭാവം അനുസരിച്ചാണ് ഇവിടുന്ന് കീഞ്ഞു പോകേണ്ട സ്വഭാവം. കുഞ്ഞാമിത്തെ ഇത്തിരി പൊന്നെ മിന്നേണതെല്ലാം പൊന്നല്ല. ഇവിടെ ഒരു ടിക്ക റെസ്റ്റോറൻ്റ് ആണ്. ടിക്ക റെസ്റ്റോറൻറ്റ് ഇവിടെ രാത്രിയിൽ ടിക്ക ഗ്രില്ലും കാര്യങ്ങളൊക്കെയാണ് കിട്ടും. ആയിക്കോട്ടെ. എന്തെന്ന് ഓർഡർ ചെയ്യണ്ടേ? ഒരു ചിക്കൻ ടിക്ക. അമ്മ ഭക്ഷണം കഴിക്കാൻ കൂട്ടിക്കൊണ്ടുവന്ന് വെച്ചത് ഭക്ഷണം കഴിക്കാൻ നേരത്ത് ബില്ല് കൊടുക്കാൻ നേരത്ത് 50-50 തരണം പറയണേ. നമുക്കിത് മാത്രം ഓർഡർ ചെയ്യാം. ആയിക്കോട്ടെ. ഓക്കെ, 2 ദിനാറിയാൻ തരും. ബാക്കി എൻ്റെ 20 പോയി. ഓ ഫുൾ എൻ്റെ കയ്യിലുള്ള 15 ദിനാർ 16 ദിനാർ എൻ്റെ കയ്യിലുള്ളത്. എവിടെ വന്ന് കണക്ക് പറയുന്നത് ചേച്ചി നിങ്ങൾക്കുണ്ടോ ഗൈസ്? കണക്ക് പറയുന്ന ചേച്ചി നിങ്ങൾക്കുമുണ്ടോ ഗൈസ്? കണക്കല്ല, എന്നെ 50 പൈസ കൂടെ ഞാൻ കണക്ക് പറഞ്ഞ് മേടിച്ചിരിക്കും. അതല്ല ഇപ്പൊ പ്രശ്നം. 3 ദിനാർ കൊണ്ട് ഇവിടെ ഭക്ഷണം കഴിക്കാൻ വന്നേ. ഒരു ചിക്കൻ